വിശിഷ്ട അതിഥികൾക്കും സ്വാഗതം. നമുക്കറിയാം ഈ ഒരു ഗ്രാൻഡ് ഇനാഗുറേഷൻ ഉദ്ഘാടന ചടങ്ങ് നമ്മൾ അല്പസമയത്തിനുള്ളിൽ നിർവഹിക്കുന്നതാണ്. അതോടൊപ്പം ഒരു കാര്യം കൂടി നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ അവിടെയുണ്ട്. അപ്പം എല്ലാവരും കൂടാതെ എല്ലാവരും ആ ഒരു ഇൻവിറ്റേഷൻ കാർഡ് ആർക്കേഡിന്റെ ഇനോഗ്രേഷൻ വിൽ ബി ലെഡ് ബൈ നമ്മളെല്ലാവരും ഈ ഒരു ഓണറിനുള്ളത്. സോ ഈ ഒരു സമ്മേളനത്തിന് ഔദ്യോഗികമായി സ്വാഗതം പറയുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ക്ഷണിക്കാം അഭിലാഷ് കെ മാത്യു. ഓൺ ടു യു അഭിലാഷ് ഏട്ടാ, പ്ലീസ് ടു കം. ഏറ്റവും ആദരണീയനായ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിക്കൽ, പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആദരണീയനായ ജോർജ് മാത്യു അത്യാലി, ലിറ്റിൽ ഫ്ലവർ മോണസ്ട്രി പ്രയർ അച്ഛൻ റവറൻഡ് ഫാദർ സിബി മഞ്ഞക്കുന്നേൽ CMI, ജില്ലാ പഞ്ചായത്ത് മുണ്ടക്കയം ഡിവിഷൻ മെമ്പർ PR അനുപമ, കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് സതീഷ് കുമാർ, വാർഡ് മെമ്പർ ആയ റോജി മുതിരന്തിക്കൽ, ജോഷി പുഴിയാങ്കൽ കേരള കോൺഗ്രസ് M പൂഞ്ഞാർ മണ്ഡലം പ്രസിഡന്റ്, മറ്റ് വൈസ് പ്രസിഡന്റ് റജി ഷാജി, വാർഡ് മെമ്പർ, എന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന നല്ലവരായ നാട്ടുകാരെ, അഭ്യുദയകാംക്ഷികളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷകരമായ ഒരു ദിവസമാണ്. കാരണം പൂഞ്ഞാറിന്റെ മണ്ണിൽ ഇന്ന് 2 സംരംഭങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഒന്ന്, കണ്ണമുടിയിൽ ആർക്കേഡ് എന്ന പേരിൽ ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗും കണ്ണമുടിയിൽ റെസിഡൻസി എന്ന പേരിൽ ഒരു ടൂറിസ്റ്റ് ഹോമും ഇന്നും ഇവിടെ നടത്തപ്പെടുകയാണ്. ഞാൻ അഭിമാനത്തോടെ പറയട്ടെ, പൂഞ്ഞാറിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കണ്ണമുടിയിൽ റെസിഡൻസി എന്ന പേരിൽ AC, non-AC, എക്സിക്യൂട്ടീവ് ഡീലക്സ് റൂമുകളോട് കൂടിയ താമസ സൗകര്യം വാഗ്ദാനം ചെയ്യുന്ന ഒരു സ്ഥാപനം തുടങ്ങുന്നത്. അതിന് നിമിത്തമായി തീരാൻ എനിക്ക് സാധിച്ചതിൽ ഞാൻ സർവശക്തനോട് നന്ദി പറയുന്നു. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2 പതിറ്റാണ്ടിന്റെ ഒരു ബിസിനസ്സുമായിട്ടാണ് ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത്. ഈരാറ്റുപേട്ടയിൽ എനിക്ക് കണ്ണമുടിയിൽ ഫിനാൻസ് എന്ന പേരിൽ ഗോൾഡ് ലോൺ സ്ഥാപനവും കണ്ണമുടിയിൽ റെസിഡൻസി, കണ്ണമുടിയിൽ പേക്സ് എന്നീ സ്ഥാപനങ്ങളുമുണ്ട്. കസ്റ്റമേഴ്സ് നമുക്ക് തരുന്ന നിർലോഭമായ ഒരു പിന്തുണയുടെ ഫലമാണ് ഇന്ന് ഇങ്ങനെ ഓരോ പുതിയ സ്ഥാപനങ്ങൾ തുടങ്ങാനൊക്കെ നമുക്ക് സാധിക്കുന്നത്. ഞാൻ ആദ്യമായി നന്ദിയോടെ ഓർക്കുന്നു, ഇത്രയും കാലമായി എനിക്ക് നിർലോഭമായ പിന്തുണയും സഹകരണവും നൽകിക്കൊണ്ടിരിക്കുന്ന കസ്റ്റമേഴ്സിനെ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുന്നു. അവരുടെ ഒരു കസ്റ്റമേഴ്സുമായിട്ടുള്ള ഒരു ആത്മബന്ധമാണ് ഇങ്ങനെ ഓരോരോ പുതിയ ഇൻവെൻഷൻസ് തുടങ്ങാനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് നമുക്ക് സാധിക്കുന്നത്. ആ സമയത്തിൽ ഒന്നുകൂടി പറയട്ടെ, ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയം എന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ നല്ലവരായ ജീവനക്കാരുടെ, എന്നോടൊപ്പം ജോലി ചെയ്യുന്ന എൻ്റെ സഹപ്രവർത്തകരുടെ ആത്മാർത്ഥതയും വിശ്വാസ്യതയുമാണ്. ദൈവാനുഗ്രഹത്താൽ എനിക്ക് കിട്ടിയിരിക്കുന്ന സ്റ്റാഫുകളെല്ലാം വളരെ ആത്മാർത്ഥതയുള്ള നല്ല സ്റ്റാഫുകളാണ്. അവരുടെ ഒരു കഠിനാധ്വാനത്തിന്റെ ഫലം കൂടിയാണ് ഓരോ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ എനിക്ക് ശക്തി നൽകുന്നത്. എന്റെ ഗോൾഡ് ലോൺ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന മാനേജർ ഹരീഷ്, സുമി, സൂര്യ, രാജി, അങ്ങനെ എല്ലാവരുടെയും പേര് എടുത്ത് പറയുന്നില്ല, എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ടൂറിസമിന് മാനേജർ ഡേവിസ് ചേട്ടൻ, തൻസീർ, മോളിയമ്മ, അങ്ങനെ സ്റ്റാഫുകൾ പലരുണ്ട്. എല്ലാവരെയും നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഇവരുടെ എല്ലാം കഠിനാധ്വാനത്തിന്റെയും ആത്മാർത്ഥതയും ഒരു ഫലമാണ് ഇങ്ങനെ നിൽക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ഒരു പുതിയ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകാനുള്ള ശക്തി നൽകുന്നത്. അങ്ങനെ ഇവിടെ ഇന്ന് ഈ ചടങ്ങ് നടക്കുമ്പോൾ ഇതിന്റെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട് 1-2 പേരെ എനിക്ക് നന്ദിയോടെ സ്മരിക്കേണ്ടതുണ്ട്. തൊട്ടടുത്തുള്ള അപ്പച്ചൻ ചേട്ടൻ, CMA പ്രയറച്ചൻ, FC ഗവൺമെന്റിന്റെ മദർ, മറ്റ് സിസ്റ്റേഴ്സ്, എല്ലാവരെയും വളരെ നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. ഈ ഒരു സ്ഥാപനം ഇന്നിവിടെ തുടങ്ങുമ്പോൾ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. ഇന്നിവിടെ ഉദ്ഘാടകനായി എത്തിയിരിക്കുന്നത് നമ്മുടെ ഏറ്റവും പ്രിയങ്കരനായ MLA ആണ്. MLA നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നമ്മുടെ മണ്ഡലങ്ങളിൽ ഓടി നടന്ന് വികസന പ്രവർത്തനങ്ങളും എല്ലാവിധ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന MLA ആണ്. അദ്ദേഹം സമയത്ത് തന്നെ എത്തുകയും ഇന്നിവിടെ നമ്മുടെ ഉദ്ഘാടനത്തിന് എത്തിച്ചേരുകയും ചെയ്തിരിക്കുന്നു. വളരെ ആത്മാർത്ഥമായിട്ട് MLAക്ക് ഞാൻ ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പ്രയറച്ചനാണ്. CMI സഭയുടെ പ്രയറച്ചൻ സിബി CMI അച്ഛൻ. ഞാനിവിടെ വന്നപ്പോൾ മുതൽ അച്ഛനുമായിട്ട് വളരെ നല്ല ബന്ധമാണ്.
എല്ലാ കാര്യങ്ങൾക്കും എല്ലാവിധ സപ്പോർട്ടുകളും നൽകി എപ്പോഴും നമുക്കൊരു മാർഗനിർദ്ദേശവും ഊർജവും നൽകുന്ന ഒരു അച്ഛനാണ് സിബി CME അച്ഛൻ. ഒരു പ്രയർ അച്ഛന്റെയോ ഒരു സ്കൂളിന്റെ മാനേജറിന്റെയോ ഒരു പദവിയും ഇല്ലാതെ എല്ലാ കാര്യങ്ങളിലും വളരെ സഹായിയായിട്ട് മുന്നോട്ട് പോകുന്ന അച്ഛനെ വളരെ കൃത്യമായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് സ്വാഗതം ആശംസിക്കുന്നത് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റാണ്. വളരെ പ്രിയങ്കരനാണ്, നല്ല ചിരിയോടുകൂടി എപ്പോഴും എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് നിൽക്കുന്ന വളരെ സൗമ്യനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ്. എല്ലാ കാര്യങ്ങളിലും കൃത്യമായ ഇടപെടലുകളുണ്ട്. വികസനങ്ങൾ നമ്മുടെ നാട്ടിൽ കൊണ്ടുപോകാൻ വളരെയധികം കഠിന പ്രയത്നം ചെയ്യുന്ന ഒരു പ്രസിഡന്റിനാണ് നമുക്ക് ദൈവാനുഗ്രഹം ലഭിച്ചിരിക്കുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമുണ്ട്. ഈ ബിൽഡിങ്ങിന്റെ നമ്പരിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പഞ്ചായത്ത് ഓഫീസിൽ ചെന്നപ്പോൾ, സാധാരണ ഒരു ഗവൺമെന്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാം. ഇത് സ്വന്തം വീട്ടിൽ ചെയ്യുന്ന ഒരു അനുഭവമാണ് പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്നത്. സെക്രട്ടറി ടിജി സാറിനെയും പ്രത്യേകം ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അപ്പോൾ ഈ പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി ഉള്ളതുകൊണ്ടാണ് ഇത്രയും നല്ല ജീവനക്കാരുമായിട്ട് ഈ പഞ്ചായത്തിന് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. ഏതായാലും നമ്മുടെ പ്രിയങ്കരനായ പ്രസിഡന്റിനെ ഞാൻ വളരെ കൃത്യമായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റാണ് സതീഷ് കുമാർ. അദ്ദേഹം എന്റെ നാട്ടുകാരനാണ്. വർഷങ്ങളായിട്ട് ഞങ്ങൾ അടുത്തറിയുന്ന ആൾക്കാരാണ്. വളരെ നല്ലൊരു അഭ്യുദയകാംക്ഷയാണ്. അപ്പം അദ്ദേഹം അല്പം ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇവിടെ എത്തുകയും എല്ലാ പരിപാടികൾക്കും സഹകരിക്കുകയും ചെയ്തിരിക്കുന്നു. വളരെ കൃത്യമായിട്ട് ഞാൻ നമ്മുടെ അഡ്വക്കേറ്റ് സതീഷ് കുമാറിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബ്ലോക്ക് പഞ്ചായത്തിന്റെ പ്രസിഡന്റ് മുണ്ടക്കൻ ഡിവിഷൻ PR അനുപമ ഇവിടെ സന്നിധിയായിരിക്കുന്നു. ഇന്ന് ഉദ്ഘാടനവുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഇത്രയും യാത്ര ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. നമുക്കറിയാം എല്ലാ കാര്യങ്ങളിലും സജീവമായിട്ട് ഇടപെടുകയും നമ്മുടെ ഫണ്ടും കാര്യങ്ങളും ഒക്കെ നാട്ടിൽ വിനിയോഗിക്കാൻ ഏറെ കഷ്ടപ്പെടുകയും ചെയ്യുന്ന ഊർജ്ജസ്വലതായ ഒരു മെമ്പറാണ് PR അനുപമ. ഇന്ന് ഈ യോഗത്തിൽ എത്തിയിരിക്കുന്ന മെമ്പറെ വളരെ കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. വാർഡ് മെമ്പർ റജി മുദ്രേന്തിക്കൽ സുപരിചിതനാണ്. വർഷങ്ങളായിട്ട് ഇവിടെ മെമ്പറായിട്ട് സേവനമനുഷ്ഠിക്കുന്നു. മെമ്പർ എപ്പോഴും നാട്ടിൽ നമ്മുടെ ടൗണിൽ എപ്പോഴും സുപരിചിതനാണ്. ബൈക്കിൽ എല്ലാ കാര്യങ്ങളും ഇടപെട്ട് കറങ്ങി നടക്കുന്ന നമ്മുടെ മെമ്പർ. അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് നമ്മുടെ ജോഷി മൂഴിയാങ്കൽ എന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്താണ്. പൂഞ്ഞാർ മണ്ഡലം കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രസിഡന്റാണ്. അതുകൂടാതെ വളരെയധികം സാമൂഹിക പ്രവർത്തന മണ്ഡലങ്ങളിൽ പുള്ളി നിറസാന്നിധ്യമാണ്. ജീവൻ രക്ഷാ അവാർഡ് ഉൾപ്പെടെ മേടിച്ച നമ്മുടെ കടൽക്കൂട്ടങ്ങളെ തുരത്തുന്ന പ്രോഗ്രാം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലെല്ലാം സജീവമായിട്ട് ഏത് കാര്യങ്ങൾക്കും ഓടി നിൽക്കുന്ന ജോഷി മൂഴിയാങ്കൽ. അദ്ദേഹം എന്റെ ഒരു അഭ്യുദയകാംക്ഷയാണ്, സ്നേഹിതനാണ്. അദ്ദേഹത്തെയും വളരെ കൃത്യമായിട്ട് ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ആശംസിക്കുന്നു. ഞാൻ വിട്ടുപോയി, നമ്മുടെ വൈസ് പ്രസിഡന്റ് വേദിയിലിരിപ്പുണ്ട് രജീഷ് ഷാജി. വാർഡ് മെമ്പറുണ്ട്. രണ്ടുപേരെയും ഞാൻ കൃത്യമായിട്ട് സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. ഇനി ഇവിടെ എന്റെ ക്ഷണം സ്വീകരിച്ചിരിക്കുന്ന രാഷ്ട്രീയ സാമൂഹിക സാമുദായിക രംഗത്തിലെ നേതാക്കള് എന്റെ കുടുംബത്തിലുണ്ട്. എന്റെ പേരൻസ് ഉണ്ട്, എന്റെ കുടുംബാംഗങ്ങളുണ്ട്. എല്ലാവരെയും ഞാൻ നന്ദിയോടെ ഓർത്തുകൊണ്ട് എല്ലാവരുടെയും സഹകരണത്തിനും സപ്പോർട്ടിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എല്ലാവരെയും കൃത്യമായി ഈ വേദിയിലേക്ക് സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് ഡിയർ അഭിലാഷ് മാത്യു. എത്ര സ്ട്രോങ് ആയിരുന്നല്ലേ ആ ഒരു വേർഡ്സ്. അത്രത്തോളം തീക്ഷ്ണതയോടും സന്തോഷത്തോടും കൂടിയാണ് ഈ ഒരു കുടുംബം മുഴുവൻ ഇന്നിവിടെ ആയിരിക്കുന്നത് എന്ന് നമുക്കറിയാം. അപ്പം ചേട്ടന്റെ പേര് പോലെ മനസ്സിൽ വിചാരിക്കുന്ന എല്ലാ നല്ല കാര്യങ്ങളും സാധിച്ചു കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ഒരു ചടങ്ങിന് നമുക്കറിയാം അഭിലാഷ് ചേട്ടൻ മാത്രമല്ല ഈ ഒരു കുടുംബം മുഴുവന്റെ ഒരു സ്വപ്നമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ ഒരു കാര്യം. അപ്പം ഏറെ സ്നേഹത്തോടെ ഈ ഒരു ചെയറിലോട്ട് നമ്മൾ സ്വാഗതം ചെയ്യുന്നു വൈഫ് ഓഫ് മിസ്റ്റർ അഭിലാഷ്, ഡോക്ടർ ഗ്യാബിൾ ജോർജ്. നമ്മുടെ അരുവത്ര കോളേജിലെ കെമിസ്ട്രി വിഭാഗം മേധാവിയാണ്. അതോടൊപ്പം 4 കുഞ്ഞുമക്കളെ വിവാന, ഐറ, ഇസ്ര ആൻഡ് ഹെവൻ, നിങ്ങളെയും ഈ ഒരു വേദിയുടെ മുൻഭാഗത്തോട്ട് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം നമ്മൾ ഈ ഒരു ഉദ്ഘാടന പ്രസംഗത്തിനായി നമുക്ക് കാതോർക്കാം. നമുക്കറിയാം അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, പൂഞ്ഞാറിന്റെ സ്വന്തം MLA, നാടിന്റെ വികസനം ലക്ഷ്യമാക്കി പ്രയത്നിക്കുന്ന നമ്മുടെ നേതാവ്. ചരിത്ര പ്രാധാന്യവും ഒപ്പം സഞ്ചാരികളുടെ പ്രധാന പട്ടണവുമായ പൂഞ്ഞാറിന്റെ മണ്ണിൽ ഈ ആർക്കിയുടെ വികസനത്തിന്റെ ഒരു ഉദാഹരണം തന്നെയാണ്. സർ, ലാസ്റ്റ് ദിവസം സെയിന്റ് തോമസ് കോളേജിൽ സാർ SMIM-ന്റെ ഒരു പ്രോഗ്രാമിന് സംരംഭകത്വം ഓൺട്രപ്രനർഷിപ്പിനെ കുറിച്ചൊരു ചോദ്യം ചോദിച്ചപ്പോൾ മനോഹരമായ ഒരു ആൻസർ പറഞ്ഞു. അപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ ഓരോ പ്രസ്ഥാനങ്ങളും വളർന്നു വരുന്ന തലമുറയ്ക്ക് ഒരുപാട് ഉത്തേജനം തരുന്ന ഒന്നാണ്. അപ്പോൾ സാറ് വെദർ ഇറ്റ് ബി വിത്ത് യങ്സ്റ്റേഴ്സ്, യുവാക്കളോടാവട്ടെ എല്ലാ പ്രായക്കാരോടാവട്ടെ ആ ഒരു ക്രേസിനെസ്, ഒരു ഇന്നസെൻസ് എപ്പോഴും പുലർത്തുന്ന ഒരു സാറാണ്. അപ്പം ഏറെ സ്നേഹത്തോടെ ഈ ഒരു ഇനോഗ്രൽ അഡ്രസ്സിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. ഏറെ ആദരണീയനായ നമ്മുടെ
സിബി മഞ്ഞക്കുന്നേൽ സിഎംഐ അച്ഛൻ, ബഹുമാനായ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അത്യാലിൽ, ബഹുമാന്യായ നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അംഗം കുമാരി PR അനുപമ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റും മുതിർന്ന അഭിഭാഷകനുമായ അഡ്വക്കേറ്റ് സതീഷ് കുമാർ, ബഹുമാന്യനായ ഈ വാർഡിന്റെ മെമ്പർ ശ്രീ റോജി തോമസ് മുതിരന്തിക്കൽ, പ്രിയപ്പെട്ട പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി രജീഷ് ഷാജി, പഞ്ചായത്ത് മെമ്പർ ശ്രീമതി സജി, പ്രിയപ്പെട്ട എൻ്റെ സ്നേഹിതൻ കൂടിയായ കേരള കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോഷി മൂല്യാങ്കർ, പ്രിയപ്പെട്ട ശിവശങ്കരൻ ചേട്ടൻ, സന്നിഭാവനാങ്കർ, സർവോപരി ഇന്ന് ഈ ചടങ്ങിന് തന്നെ കാരണഭൂതനായ പ്രിയപ്പെട്ട അഭിലാഷ് കണ്ണമുണ്ടയിൽ, അദ്ദേഹത്തിന്റെ സഹധർമ്മിണി ഡോക്ടർ ഗ്യാബിൽ അഭിലാഷ്, മറ്റ് കുടുംബാംഗങ്ങൾ, അഭ്യുദയകാംക്ഷികൾ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന പ്രിയ സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ ഇത്തരം സംരംഭങ്ങളാണ് നമ്മുടെ വികസനത്തിന്റെ ഒരു അടിത്തറ. ഞാനത് പറയാൻ കാര്യം, സ്വാഭാവികമായും ഇത്തരം ഒരു സംരംഭവുമായി അഭിലാഷ് മുന്നോട്ട് വരും. ഊർജമായി അതിനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. കുറച്ച് ആളുകൾക്കെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് തൊഴിൽ കിട്ടുകയാണ്. അങ്ങനെ പല പ്രകാരത്തിൽ ഒരു സംരംഭമായി മാറുമ്പോൾ അതുപോലെ തന്നെ സ്വാഭാവികമായും ഇതിന്റെ വിജയത്തിലൂടെ അദ്ദേഹത്തിന് അടുത്തതിലേക്ക് ചുവടുവെക്കാൻ കഴിയും. ഇപ്പോൾ തന്നെ കണ്ണമുണ്ടയിൽ ഫിനാൻസ്, കണ്ണമുണ്ടയിൽ ബേക്കറി, ഇങ്ങനെ വിവിധ സംരംഭങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമ്മുടെ ഓരോ ആളുകളും സ്വയം പര്യാപ്തരാകുമ്പോഴാണ് നമ്മുടെ സമൂഹം കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവുക. അപ്പൊ ആ നിലയിലുള്ള ഒരു സാമൂഹിക മാനം ഇത്തരം പ്രവർത്തനങ്ങൾക്കുണ്ട് എന്നുള്ളത് എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും പൂഞ്ഞാർ നമുക്കറിയാം ചരിത്ര പ്രസിദ്ധമായ ഒരു സ്ഥലമാണ്. പൂഞ്ഞാർ രാജവംശത്തിന്റെ കാലം മുതൽ ഏറെ പഴക്കവും പാരമ്പര്യവും പൈതൃകവും എല്ലാം ഉള്ള ഒരു നാടാണ്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖല, എല്ലാ തരം കാർഷിക വിഭവങ്ങളും ഭക്ഷ്യോപാധികളും നാണ്യവിളകളും എല്ലാം കേരളത്തിൽ വിളയുന്ന, ഒരുപക്ഷെ നെല്ലൊഴികെ ബാക്കി ഒട്ടുമിക്ക കാർഷിക വിളകളും, പ്രത്യേകിച്ച് മറ്റ് പലയിടത്തും വിളയാത്ത ഒട്ടേറെ കാർഷിക വിഭവങ്ങളുടെ ഒരു കേന്ദ്രമാണ്. പ്രകൃതി രമണീയത ഇന്ന് നമ്മുടെ രാജ്യത്ത്, ലോകത്തൊക്കെ ഏറ്റവും അധികം ആളുകൾ വിനോദത്തിനായിട്ട് ആഗ്രഹിക്കുന്നത് ടൂറിസ്റ്റ് പ്ലേസുകൾ സന്ദർശിക്കുക. അവിടെ നിർമ്മിതമായിട്ടുള്ള അട്രാക്ഷനേക്കാൾ ഏറെ സ്വാഭാവികമായ പ്രകൃതി രമണീയതയാണ് എല്ലാവരെയും ഏറെ ഹഠാത് ആകർഷിക്കുന്നത്. അപ്പൊ സ്വാഭാവികമായും അങ്ങനെ പ്രകൃതി രമണീയതയുടെ ഒരു മടിത്തട്ടാണ് നമ്മുടെ പൂഞ്ഞാർ. ഇതെല്ലാം ഒത്തിണങ്ങിയ ഈ നാട്ടിൽ ഇത്തരം ഒരു സംരംഭവുമായി കടന്നു വന്ന പ്രിയപ്പെട്ട അഭിലാഷിനെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഒപ്പം അദ്ദേഹത്തിന്റെ ഈ സംരംഭത്തിന് ഞാൻ എല്ലാ വിജയങ്ങളും ആശംസിക്കുകയാണ്. ഇവിടെ ടൂറിസ്റ്റുകളായി കടന്നു വരുന്ന ആളുകൾ, മറ്റാവശ്യങ്ങൾക്കായി കടന്നു വരുന്ന ആളുകൾ, അതുപോലെ തന്നെ ഇതൊരു പ്രധാന പാതയായി നാളുകൾ മാറാൻ പോവുകയാണ്. കാരണം ഇത് പൂഞ്ഞാർ ഏറ്റുമാനൂർ ഹൈവേ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഒരു ഹൈവേ ആണ്. അതിലുപരി ഇതുവഴി തുടർന്ന് പൂഞ്ഞാർ എരുമേലി, അതൊരു മറ്റൊരു ഹൈവേ ആണ്. ആ ഹൈവേയുടെ പ്രാധാന്യം ഇനി 10 മടങ്ങ് വർദ്ധിക്കാൻ പോവുകയാണ്. എരുമേലി കേന്ദ്രമായി ഒരു എയർപോർട്ട്, ഇന്റർനാഷണൽ എയർപോർട്ട്, കേരളത്തിൽ ഇന്നുള്ള മറ്റെല്ലാ എയർപോർട്ടുകളെയും അതിലംഘിക്കുന്ന, അതിനേക്കാളൊക്കെ മികച്ച നിലവാരത്തും സൗകര്യവുമുള്ള ഏറ്റവും വലിയ റൺവേ ഉള്ള, ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ റൺവേ നെടുമ്പാശ്ശേരിക്കാണ്. 3 കിലോമീറ്റർ ആണ് അതിന്റെ റൺവേയുടെ നീളം. നമ്മൾ വിഭാവനം ചെയ്യുന്ന എരുമേലി ശബരി ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ റൺവേ 3.5 കിലോമീറ്റർ ആണ്. അതുപോലെ തന്നെ അതിന്റെ എല്ലാ സ്പെസിഫിക്കേഷൻസും ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നോംസിന്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. ഞാനിതിവിടെ പറയാൻ കാര്യം, അങ്ങനെയുള്ള ഒരു വിമാനത്താവളം ഇവിടെ നിന്ന് ഏകദേശം 30-35 കിലോമീറ്റർ അകലെ വരുമ്പോൾ അവിടേക്കുള്ള ഒരു പ്രധാന സംസ്ഥാന പാതയുടെ ഓരത്താണ് പ്രകൃതി രമണീയമായ ഈ സ്ഥലത്തെ റെസിഡൻസി എന്നുള്ളത്. യാത്രക്കാർക്ക് ഭാവിയിൽ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ, ഏത് കാര്യം ചെയ്താലും അത് മുന്നോട്ടുള്ള ഒരു ദീർഘവീക്ഷണത്തോടു കൂടി, ഒരു വിഷനോടുകൂടി 10, 20, 30, 40, 50 വർഷത്തെ മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ പ്ലാൻ ചെയ്യാൻ. അപ്പൊ ആ നിലയിലുള്ള ഒരു കാഴ്ചപ്പാടിലൊക്കെ ഈ ഒരു സംരംഭത്തിന്, ഈ ഒരു പ്രസ്ഥാനത്തിന്, ഈ
ഈ നിലയിലുള്ള ഒരു സംവിധാനത്തിന് വലിയ സാധ്യതകളുണ്ട് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അക്കാര്യം സൂചിപ്പിച്ചത്. ഈ വേദിയിൽ വലിയൊരു പ്രസംഗത്തിന് സാങ്കത്യമില്ല, ഞാനതിന് മുതിരുന്നുമില്ല. അതിലുപരി എനിക്ക് മറ്റൊരു യാത്രയുള്ളതുകൊണ്ട് ഉടനെ തന്നെ ഇവിടെ നിന്ന് പോകേണ്ടതുമുണ്ട്. ഏതായാലും പ്രിയപ്പെട്ട നമ്മുടെ ചെറുപ്പക്കാരനായ സംരംഭകൻ നല്ല നിലയിൽ നമ്മുടെ നാട്ടിൽ ഒട്ടേറെ പ്രസ്ഥാനങ്ങൾ തുടക്കം കുറിച്ച് വിജയകരമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഈ ഉദ്യമത്തിന് ഈ നാടിന്റെ ജനപ്രതിനിധി എന്നുള്ള നിലയിൽ ഞാൻ എല്ലാ പിന്തുണയും ഐക്യദാർഢ്യവും അറിയിക്കുകയാണ്. ഇത് ഏറ്റവും ഏതുദ്ദേശ ലക്ഷ്യത്തോടെയാണോ ഇത്തരം ഒരു പ്രസ്ഥാനം ഇവിടെ ആരംഭം കുറിച്ചിരിക്കുന്നത് അത് വിജയകരമായി നടത്തിക്കൊണ്ട് പോകുവാൻ അദ്ദേഹത്തിന് കഴിയട്ടെ, അല്ലെങ്കിൽ വിജയിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇത് അതേപോലെ തന്നെ അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ കുടുംബത്തിനും അത് ഉപകാരമാകുന്നതോടൊപ്പം തന്നെ ഈ നാടിനും ഈ പ്രദേശത്തെ ഇതുമായി ബന്ധപ്പെട്ട് ആശ്രയിക്കുന്ന എല്ലാവർക്കും ഇത് ഗുണകരമാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവിടെ നമ്മുടെ പുതുതായിട്ട് പ്രിയപ്പെട്ട CPIM-ന്റെ നേതാവ് ജോയി ജോർജും നമ്മുടെ അഡ്വക്കേറ്റ് അക്ഷയ് ഹരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും പ്രിയപ്പെട്ട CPM നേതാവ് സിജുവും ഒക്കെ വന്നിട്ടുണ്ട്. അവരുടെയും മുൻപ് സന്നിഹിതരായിരുന്നവരുൾപ്പെടെ ഈ സ്ഥാപനത്തിന്റെ എല്ലാ അഭ്യുദയകാംക്ഷികളുടെയും കണ്ണമുണ്ടയിൽ കുടുംബത്തിലെ മുഴുവൻ കുടുംബാംഗങ്ങളുടെയും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാവരുടെയും അനുഗ്രഹാശിസ്സുകളോടുകൂടി ഈ കണ്ണമുണ്ടയിൽ റെസിഡൻസി എന്ന ഈ പ്രസ്ഥാനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നതായി പ്രഖ്യാപിച്ചു എന്റെ വാക്കുകൾ ഞാൻ നമ്മൾ ഏറെ കാത്തിരുന്ന ആർക്കേഡ് ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ ഒരു വേദിയിൽ നമ്മുടെ വിശിഷ്ട അതിഥികളോടൊപ്പം ജോയിൻ ചെയ്യാൻ ഏറെ സ്നേഹത്തോടെ കണ്ണമുണ്ടയിൽ കുടുംബാംഗങ്ങളെയും സ്വാഗതം ചെയ്യുന്നു. KJ Matthew and മേരിക്കുട്ടി Matthew uncle and മേരിക്കുട്ടി auntie, please to come. Robins Matthew and family, Jasmine Matthew and family, George Matthew and Selin, Jingle George, വടക്കേമുറിയിൽ and family, അതോടൊപ്പം Gabriel Miss, Ivana, Ira, Isra and Heaven. ഈ ഒരു കണ്ണമുണ്ടയിൽ കുടുംബത്തെ ഈ ഒരു മഹനീയ കർമ്മത്തിന് ജോയിൻ ചെയ്യാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പൂഞ്ഞാറിന്റെ ചരിത്രത്തിൽ മഹത്തരമായ ഒരു നാഴികക്കല്ലായ കണ്ണമുണ്ടയിൽ ആർക്കേഡ് ഉദ്ഘാടനമാണ് ഇന്ന് ഇവിടെ നടക്കാൻ പോകുന്നത്. എത്തിച്ചേർന്ന എല്ലാവരെയും ഈ ഒരു മഹനീയ കർമ്മം വിറ്റ്നസ് ചെയ്യാൻ വേണ്ടി ക്ഷണിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രാർത്ഥനകളും നല്ലൊരു കാര്യത്തിന് വേണ്ടിയുള്ള ഒരു ആർക്കേഡിന് കണ്ണമുണ്ടയിൽ ആർക്കേഡിന് എല്ലാ വിശ്വസും ഇവിടെ എത്തി എല്ലാവരുടെയും പേരിൽ ഉള്ള പ്രാർത്ഥനകളും ആശംസകളും അറിയിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു ഉദ്ഘാടന കർമ്മം നമുക്ക് എല്ലാവർക്കും വീക്ഷിക്കാം. ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രാർത്ഥനകളും ഈ ഒരു ആർക്കേഡിന് വേണ്ടി നമുക്ക് ഈ ഒരു നിമിഷം സമർപ്പിക്കാം. ഇന്നേ ദിവസം ഒരുപാട് ദൈവാനുഗ്രഹം കൊണ്ട് നിറഞ്ഞൊരു നിമിഷം തന്നെയാണ്. നല്ലൊരു കാലാവസ്ഥയും ഒപ്പം നമ്മുടെ കുടുംബാംഗങ്ങൾ എല്ലാവരും നമ്മുടെ വിശിഷ്ട അതിഥികളും ഒക്കെ ഒപ്പം എത്തിച്ചേർന്ന് നമുക്ക് ഈ ഒരു മഹനീയ കർമ്മം ഏറെ സന്തോഷത്തോടെ നിർവഹിക്കാൻ സാധിച്ചു. ആ വെരി സ്പെഷ്യൽ താങ്ക്സ് ടു ഡിയർ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തങ്കൽ, അതോടൊപ്പം കണ്ണമുണ്ടയിൽ കുടുംബത്തിന്റെ മാതാപിതാക്കൾ മാത്യുവിലെ മേരിക്കുട്ടിയാന്റെ ഈ ഒരു നിമിഷം നിങ്ങളെ ഈ ഒരു കുടുംബത്തിന്റെ എല്ലാ പ്രാർത്ഥനകളും ഇവിടെ എത്തിച്ചേർന്ന് എല്ലാവരും ഈ ഒരു കുടുംബത്തിന് ആർക്കേഡിന് വേണ്ടി സമർപ്പിക്കുന്നു. നമ്മുടെ പൂഞ്ഞാറിന്റെ ഈ ഒരു അഡ്വർടൈസ്മെന്റ് പറഞ്ഞ പോലെ തിളക്കക്കുറി തന്നെയായി മാറട്ടെ ഈ ഒരു ആർക്കേഡ് എന്ന് ഈ ഒരു നിമിഷം നമുക്ക് ആശംസിക്കാം. തുടങ്ങിയ ഒരു പ്രസ്ഥാനം, ഒരു ബേക്കറി, അതോടൊപ്പം ഒരു ആർക്കേഡ് വരെ എത്തി നിൽക്കുന്നു. വളരെ
വളരെ ദീർഘവീക്ഷണമുള്ള നമ്മുടെ ഏറെ പ്രിയപ്പെട്ട ഒരു ആർക്കേഡിന്റെ സ്ഥാപകൻ അഭിലാഷ് ചേട്ടന്റെയും ഒപ്പം കുടുംബത്തിന്റെ കണ്ണമുണ്ടയിൽ കുടുംബാംഗങ്ങൾ എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഇന്ന് ഇവിടെ പൂർണ്ണമായിരിക്കുന്നത്. എത്തിച്ചേരുന്ന എല്ലാവരും ഈ ഒരു നിമിഷം ഒരു ആർക്കേഡിന് വേണ്ടി നമ്മുടെ ആശംസകൾ നമുക്ക് സമർപ്പിക്കാം. കണ്ണമുണ്ടിയിൽ റെസിഡൻസിയുടെ ഉദ്ഘാടനം നമുക്കറിയാവുന്നതുപോലെ ഫസ്റ്റ് ഫ്ലോറിൽ വെച്ചായിരിക്കും നിർവഹിക്കാൻ പോകുന്നത്. നമ്മുടെ ഏറെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ സാറാണ് ആ ഒരു മഹനീയ കർമ്മം നിർവഹിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലോട്ട് നീങ്ങാം. നടത്തുന്നതായിരിക്കും. അപ്പം എല്ലാവരും let's wait and watch who is going to be the very surprise winner. ഔദ്യോഗിക ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റി വെച്ച ഈ ഒരു റെസിഡൻസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ സാറിന് കണ്ണമുണ്ടയിൽ ഫാമിലിയുടെ പേരിലും പൂഞ്ഞാറിൽ കൂടിയ എല്ലാ നാട്ടുകാരുടെയും പേരിലും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചുകൊള്ളുന്നു. A very big thank you dear Advocate Sebastian sir for being with us, for blessing us with your words. Thank you. അച്ഛാ മുമ്പോട്ട് വരാമോ? ഇങ്ങോട്ട് കയറുവാ. അവിടെ നിൽക്കുന്ന എല്ലാവരും ഇങ്ങോട്ടൊന്ന് കയറി വരാം. കയറുവാ മോളിങ്ങോട്ട് കയറി. ഗംഭീരാണല്ലോ. സ്നേഹമുള്ള ജനപ്രതിനിധികളെ, അഭിലാഷ് കുടുംബാംഗങ്ങളെ, സ്നേഹമുള്ള നാട്ടുകാരെ, നമ്മുടെ ഈ പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി അഭിമാനമുള്ള ഒരു ദിവസമാണ് ഇന്ന്. കാരണം ഈ നാട്ടില് ഇത്ര മനോഹരമായ ഇത്ര സൗകര്യമുള്ള ഒരു റെസിഡൻസിയും അതുപോലെ ബിസിനസ് സംരംഭവും ഇവിടെ തുടങ്ങുവാനായിട്ട് ധൈര്യം കാണിച്ച അഭിലാഷിന് പ്രത്യേകം അനുമോദനം നൽകുകയാണ്. പ്രത്യേകിച്ച് ആശ്രമത്തോടും സ്കൂളിനോടും ഒക്കെ ചേർന്ന് ഇത്രയും നല്ലൊരു ബിൽഡിങ്ങും നല്ലൊരു പ്രസ്ഥാനവും ഇവിടെ വളർന്നു വരുന്നത് കാണുന്നത് ഒത്തിരിയേറെ സന്തോഷമുള്ള കാര്യമാണ്. ഞാനിവിടെ ഇതിനു മുമ്പുണ്ടായിരുന്ന കെട്ടിടവും ജസ്റ്റ് കണ്ടിട്ടുണ്ട്. അത് ഞാൻ വന്നൊരു 2 മാസം കൊണ്ട് അതെല്ലാം പൊളിച്ചു മാറ്റി വളരെ പെട്ടെന്ന് ഏകദേശം എനിക്കൊന്നൊരു 10 മാസം കൊണ്ട് ഈ ഒരു ബിൽഡിങ് നല്ല രീതിയിൽ പണിത് പൂർത്തിയാക്കുന്നതിൻ്റെ ഓരോ ദിവസവും ഞാൻ കണ്ടുകൊണ്ടിരുന്നതാണ് ഇതിൻ്റെ വളർച്ച.
അപ്പോൾ അഭിലാഷിൻ്റെ ആ ഒരു ഇച്ഛാശക്തിയും കുടുംബാംഗങ്ങളുടെ സപ്പോർട്ടും ഈ നാട്ടുകാരുടെയൊക്കെ നല്ല സഹകരണവും അദ്ദേഹം തുടങ്ങി വെച്ചിരുന്ന അല്ലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാ പ്രസ്ഥാനങ്ങളും നല്ല നിലയിൽ പോകുന്നു എന്നുള്ള അതിൻ്റെ ഒരു വെളിച്ചത്തിലാണ് അദ്ദേഹം ഇങ്ങനെയുള്ളൊരു സംരംഭത്തിലേക്ക് ഇറങ്ങി തിരിച്ചത്. ഈ നാടിന് ഒരു അഭിമാനത്തിൻ്റെ ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ഒത്തിരി സ്നേഹത്തോടെ കാണുന്നു. എല്ലാവിധ ആശംസകളും വിജയങ്ങളും നേരുന്നു. ഇത് നല്ലൊരു എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിഡൻസി ആയിട്ട് മാറട്ടെ. ഈ നാടിന് ഇനിയും നല്ല പ്രസ്ഥാനങ്ങളെ സമ്മാനിക്കുവാനായിട്ട് അഭിലാഷിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. കുടുംബാംഗങ്ങൾക്കും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എല്ലാ അനുമോദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് ഡിയർ സിബിയച്ചൻ. ഇന്നിവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും അല്ലെ, നിങ്ങൾ കാണിക്കുന്ന ഒരു സപ്പോർട്ടിനും പിന്തുണയ്ക്കും ആ ഒരു സന്തോഷത്തിന്റെയും പ്രതീകം തന്നെയാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ വലിയൊരു ജനാവലി. അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഒരു വളർച്ച, ചെറുപ്പകാലഘട്ടം തൊട്ടുള്ള ഒരു വളർച്ച കണ്ട് വളർന്നാണ് ഈ നാട്ടുകാരെല്ലാവരും ഈ ഒരു കണ്ണമുണ്ടിയിൽ ആർക്കിഡിന്റെ ഈ ഒരു ബിൽഡിങ്ങിന്റെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം, ബീങ് എ ബിസിനസ് മാൻ ഇസ് ഓൾവേസ് meant to take some risk. അപ്പം ആ ഒരു റിസ്കിൽ വിജയിച്ച ഒരു ഓണർ തന്നെയാണ് പ്രിയപ്പെട്ട അഭിലാഷ് ചേട്ടൻ ആൻഡ് ഫാമിലി. അതോടൊപ്പം ഈ ഒരു ഔദ്യോഗിക കർമ്മത്തിന് ആശംസകൾ നേരുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു പ്രസിഡന്റ് പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അത്യാടിയിൽ. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കണ്ണൂരിൽ ആർക്കേഡ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ഏറെ ബഹുമാനായ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പുറത്തേക്ക്, ഇവിടെ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ച ചെറുപുഷ്പം ആശ്രമത്തിൻ്റെ ഏറെ പ്രിയങ്കരനായ പ്രിയരച്ചൻ ബി മഞ്ഞക്കുന്നൻ, കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗം കുമാരി PR അനുപമ, അതോടൊപ്പം തന്നെ ആശംസകൾ അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള വേദിയിലുള്ള മറ്റ് ജനപ്രതിനിധികൾ, മറ്റ് രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ, ഇവിടെ ഈ സംരംഭത്തിൻ്റെ തുടക്കം കുറിച്ചിട്ടുള്ള ശ്രീ അഭിലാഷ് ഉൾപ്പെടെ അഭിലാഷിൻ്റെ കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ തന്നെ പൂഞ്ഞാറിനെ സംബന്ധിച്ച് ഒരു അഭിമാന നിമിഷത്തിനാണ് നാം ഏവരും സാക്ഷ്യം വഹിക്കുക. പുതിയ ഒരു സംരംഭം, നമ്മുടെ നാട്ടിൽ പരിചിതമല്ലാത്ത ഒരു പുതിയ സംരംഭം നമ്മുടെ നാട്ടിൽ ഇന്ന് തുടക്കം കുറിക്കുകയാണ്. തീർച്ചയായും നമ്മുടെ നാടിന് ഇത്തരത്തിൽ ഒരു സംരംഭം എന്തുകൊണ്ടും ആവശ്യമായിരുന്ന ഒരു കാലഘട്ടത്തിലാണ് അഭിലാഷ് ഇന്ന് തുടക്കം കുറിക്കുക. കാരണം അങ്ങനെ ഞാൻ സൂചിപ്പിക്കാൻ കാരണം എന്ന് പറയുന്നത്, വിവിധ ആവശ്യങ്ങളും വിവിധ ഫംഗ്ഷനുകളും ഒക്കെ നമ്മുടെ പ്രദേശങ്ങളിൽ സംഘടിപ്പിക്കുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് അത്യാവശ്യം ഒരു നിലവാരമുള്ള ഒരു സംവിധാനത്തിൽ തങ്ങുവാൻ, പുറത്തു നിന്നൊക്കെ വരുന്ന ആളുകളെ സംബന്ധിച്ച് തങ്ങുവാൻ ഒരു സൗകര്യം നമ്മുടെ പഞ്ചായത്തിൽ പല സന്ദർഭങ്ങളിലും ഏർപ്പെടുത്തി കൊടുക്കുവാനുള്ള ഒരു സൗകര്യപ്രദമായ സൗകര്യം നമുക്കില്ലാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ മറ്റു പ്രദേശങ്ങളിൽ ഇരാറ്റുപേട്ട ഉൾപ്പെടെയുള്ള മറ്റു പ്രദേശങ്ങളിലേക്ക് അവർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്തി കൊടുത്തുകൊണ്ടാണ് പൂഞ്ഞാർ-തെക്കേക്കരയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള ആളുകൾ വിവിധ ഫംഗ്ഷനുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു പരിധിവരെ ഇവിടെ അതിനൊരു പരിഹാരം ആയിരിക്കുകയാണ്. അതിവിശാലമായ സൗകര്യങ്ങൾ ഈ ബിൽഡിങ്ങിൽ നമുക്കുണ്ട്. അത്യാവശ്യം കുറെ ആളുകൾ വന്നാൽ അവർക്ക് താമസ സൗകര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഇപ്പോൾ ഈ ബിൽഡിങ്ങിലൂടെ ഉണ്ട്. അതോടൊപ്പം തന്നെ MLA ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും സമീപകാലത്ത് ടൂറിസം രംഗത്ത് വലിയ കുതിപ്പ് നടത്തിയ ഒരു പ്രദേശമാണ് നമ്മുടെ ഓരോ പ്രദേശങ്ങളിൽ. അവിടേക്കൊക്കെ എത്തിച്ചേരുന്ന സഞ്ചാരികളെ സംബന്ധിച്ച് അവർക്ക് തങ്ങുന്നതിനും ശ്രമിക്കുന്നതിനും ഒക്കെയുള്ള ഒരു സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണെന്നുണ്ടെങ്കിലും അപ്പം അത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പ്രാഥമികമായിട്ടുള്ള ഒരു പരിഹാരമായി മാറുകയാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ട കണ്ണമുണ്ടിയിൽ ആർക്കേഡ് വഴി നമുക്ക് വ്യാജമായിട്ടുള്ളത്. അപ്പൊ തീർച്ചയായും അത്തരം ഒരു സംരംഭം നമ്മുടെ നാട്ടിൽ ആരംഭിക്കുന്നതിന് മുൻകൈയെടുത്ത അഭിലാഷിനെയും അഭിലാഷിന്റെ കുടുംബാംഗങ്ങളെയും പൂഞ്ഞാർ-തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ പേരിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുന്നതോടൊപ്പം തന്നെ ഇതോടൊപ്പം ഇതുപോലെയുള്ള പുതിയ സംരംഭങ്ങളുമായി കടന്നു വരുന്ന ആളുകൾക്ക് ആവശ്യമായ പിന്തുണയും സഹായവും എക്കാലത്തും പൂഞ്ഞാർ-തെക്കേക്കര ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അനുമോദനങ്ങളും എല്ലാ വിജയാശംസകളും ഞങ്ങളോട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. A very big thank you to our
പ്രസിഡന്റ് പൂഞ്ഞാർത്തക്കര പഞ്ചായത്ത് പ്രസിഡന്റിന് ഒരുപാട് നന്ദി. താങ്ക് യു സർ ഫോർ മേക്കിംഗ് ടൈം ഫോർ ബീയിങ് ഹിയർ. അടുത്തതായി നമുക്കറിയാം ഈ ഒരു വേദിയിൽ വി സീ എ ബോൾഡ് ഫേസ്, എ ബോൾഡ് പൊളിറ്റീഷ്യൻ. ഏറെ സ്നേഹത്തോടെ ഈ ഒരു കർമ്മത്തിന് ആശംസകൾ നേരുന്നതിനായി ക്ഷണിക്കുന്നു ശ്രീമതി PR അനുപമ, മുണ്ടക്കയം ജില്ലാ പഞ്ചായത്ത് മെമ്പറാണ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഏറെ ബഹുമാനപ്പെട്ട സിബിച്ചൻ, ബഹുമാന്യ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു അത്യാലി, മറ്റ് വേദിയിലിരിക്കുന്ന പൊതുപ്രവർത്തകർ, ജനപ്രതിനിധികൾ, ഇവിടെ കൂടിയിരിക്കുന്ന പ്രിയപ്പെട്ടവര്, ഇന്ന് ഇത്രയും മനോഹരമായി ഈ ചടങ്ങിന് നിമിത്തമായ പ്രിയപ്പെട്ട ശ്രീ അഭിലാഷ്, അവരുടെ കുടുംബാംഗങ്ങൾ, മറ്റ് ഈ പ്രദേശത്തുള്ള പ്രിയമുള്ളവരെ, ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഉദ്ഘാടകനും അതുപോലെ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പറഞ്ഞതുപോലെ എന്താണോ ഈ നാട് ആവശ്യപ്പെട്ടത്, നാട്ടുകാരും ഒക്കെ എന്താണോ അവരുടെ ആവശ്യം അതനുസരിച്ച് ഒരു സംരംഭവുമായി മുന്നോട്ട് വരാൻ കാണിച്ച ആ ഒരു മനസ്സിനെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. എപ്പോഴും പൂഞ്ഞാറിനെ സംബന്ധിച്ചിടത്തോളം പൂഞ്ഞാറിന്റെ മുഖമായി നിന്ന് പ്രവർത്തിക്കുവാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ. തങ്ങൾ ഏതു മേഖലയിലായിരുന്നാലും ആ മേഖലയുമായി ബന്ധപ്പെട്ട ജനങ്ങൾ അവരുടെ പിന്തുണയും സ്നേഹവും സഹകരണവും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അത് രാഷ്ട്രീയമായാലും മറ്റ് തൊഴിലെടുക്കുന്ന മേഖലയായാലും എന്തു തന്നെയായിരുന്നാലും. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു പിന്തുണയും സ്നേഹവും ഒക്കെ ഈ കണ്ണമുണ്ടയിൽ ഫാമിലിക്ക് ലഭിക്കുന്നുണ്ട് എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ഇത്രയധികം സ്ഥാപനങ്ങളും ഒക്കെയായി മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ടൂറിസത്തിന്റെ കാര്യം ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ആവശ്യമുള്ള ഒന്ന് തന്നെയായിരുന്നു ഈ റെസിഡൻസി. നമ്മൾ മറ്റ് പല സ്ഥലങ്ങളിലും പോകുമ്പോൾ, സന്ദർശിക്കുമ്പോൾ വളരെ മനോഹരമായ താമസ സൗകര്യവും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളും നമുക്ക് ലഭിക്കാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും അത് അനുഭവിക്കുന്ന ആളുകൾ ആഗ്രഹിക്കാറുണ്ട് തന്റെ നാട്ടിലും ഇതുപോലെ ഒന്നും ഉണ്ടായിരുന്നുവെങ്കിലെന്ന്. പക്ഷെ പല സാഹചര്യങ്ങൾ കൊണ്ട് അതിലേക്ക് കടന്നു വരാൻ കഴിയില്ല. ഈ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഈ റെസിഡൻസി ഇത്ര മനോഹരമായി ഇവിടെ തുടങ്ങുന്നതിന് പിന്നിൽ നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓരോ സ്റ്റെപ്പും അതിനോട് കാണിച്ച ഒരു ആത്മാർത്ഥത, അർപ്പണബോധം, അത് സക്സസ് ആയി എന്ന് തന്നെ പറയാൻ കഴിയും. അപ്പൊ തീർച്ചയായിട്ടും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇതിവിടെ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. അതിന് പിന്നിൽ പ്രവർത്തിച്ച ഇതിന്റെ ഭാഗമാകുന്ന സ്റ്റാഫുകൾ, അവരുടെ ഫാമിലി, എല്ലാവരെയും ആശംസിക്കുന്നു. അതോടൊപ്പം നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ ഈ സ്ഥാപനത്തിന് കഴിയട്ടെ എന്ന് ഒരിക്കൽ കൂടി ജില്ലാ പഞ്ചായത്ത് അംഗം എന്ന നിലയിൽ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. താങ്ക് യു സോ മച്ച് അനുപമ മാം. ആസ് സർ ഐസ് സ്പീക്ക്, ഒരു പ്രിസൈസ് ആൻഡ് ഒരു ബോൾഡ് ആശംസ തന്നെയായിരുന്നു. അപ്പം മാം ആശംസിച്ച പോലെയൊക്കെ ഈ ഒരു ആർക്കേഡിനും ഈ ഒരു കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വന്ന് ഭവിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ അടുത്തതായി വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു ശ്രീ റോജി മുതിരേതിക്കൽ, വാർഡ് മെമ്പർ. ഏറെ സ്നേഹത്തോടെ റോജി ചേട്ടനെ ഈ ഒരു കർമ്മത്തിന് ആശംസകൾ അറിയിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട CBH, ബാക്കി പഞ്ചായത്ത് പ്രസിഡന്റുടെ വേദിയിരിക്കുന്ന വിശ്വാസികളെ, നാട്ടുകാരെ, പ്രസ്ഥാനം തുടങ്ങിയ ശ്രീ അഭിലാഷ് കണ്ണമുടിയുടെ കുടുംബാംഗങ്ങളെ, പൂഞ്ഞാറിൽ വന്നിട്ട് എന്നോട് വിളിക്കുന്ന പ്രസിഡന്റ് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഇന്നിവിടെ തങ്ങാൻ സൗകര്യമുണ്ടെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ സൗകര്യമില്ല, ഈരാറ്റുപള്ളിക്ക് പോകണമെന്ന് വളരെ ചെറിയ ചമ്മലോടുകൂടി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നതാണ് ഈ കാലം വരെ. ഇന്ന് അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ്. ഈ പൂഞ്ഞാറിൽ വേറെ ആരും ധൈര്യത്തോടെ കടന്നു വരാത്ത ഈ മേഖലയിലേക്ക് ശ്രീ അഭിലാഷ് കണ്ണമുടിയിൽ കാശ് മുടക്കി ഒരു പ്രസ്ഥാനം ഇന്നിവിടെ ആരംഭിച്ചിരിക്കുകയാണ്. അതിന് എനിക്ക് പറയാനുള്ള, ഈ പ്രസ്ഥാനം തുടങ്ങിയാൽ മാത്രം പോരാ, അതിനുവേണ്ട പ്രോത്സാഹനവും സഹകരണവും നമ്മുടെ നാട്ടുകാരെല്ലാവരും നൽകണം. അതായത് ബിൽഡിംഗ് പണിത് വെച്ച് റൂം പണിത് വെച്ചുകൊണ്ട് മാത്രം പ്രസ്ഥാനം മുമ്പോട്ട് പോകത്തില്ല. കസ്റ്റമേഴ്സ് ഉണ്ടാകണം, അതിനുവേണ്ട പ്രോത്സാഹനം ഉണ്ടാകണം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം. സർവേശ്വരൻ അഭിലാഷ് കണ്ണമുടിയിലും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഈ പ്രസ്ഥാനം വഴി ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. റോജി ചേട്ടൻ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണല്ലോ പറഞ്ഞത്, നമ്മുടെ നാട്ടുകാരുടെ സഹകരണം. പക്ഷെ പൂഞ്ഞാറുകാരുടെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ, ഈ ഒരു സ്ഥലത്തിന് ഇത്രത്തോളം പ്രാധാന്യം വന്നത് നമുക്കറിയാം. നല്ല നല്ല ആൾക്കാരാണ് ഇവിടെ. ഒരു ബിസിനസ് തുടങ്ങിയ ആരും ഒരിക്കലും തകർന്നു പോകില്ല. പക്ഷെ കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നമ്മൾ ഈ ഒരു ആർക്കേഡിന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത ആശംസിക്കാൻ നമുക്ക് കാതോർക്കാം. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അഡ്വക്കേറ്റ് സതീഷ് കുമാർ, പ്രസിഡന്റ് കോൺഗ്രസ് പൂഞ്ഞാർ ബ്ലോക്ക് കമ്മിറ്റി. ബഹുമാന്യനായ വേദിയിലും സദസ്സിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, കണ്ണമുണ്ടയിൽ കുടുംബാംഗങ്ങളെ, സ്നേഹം നിറഞ്ഞ നാട്ടുകാരെ, സുഹൃത്തുക്കളെ,
ഈ പ്രദേശത്തിന്റെ വികസനത്തിന് കൈത്താങ്ങായി ശ്രീ അഭിലാഷ് തുടങ്ങി വെച്ച ഈ സംരംഭം ഈ പ്രദേശത്തിന്റെ അടിസ്ഥാന വികസനത്തിനും വളർച്ചയ്ക്കും വളരെ സഹായകരമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ സംരംഭം എൻ്റെ ഉയർച്ചയ്ക്ക് നമ്മളാൽ കഴിയുന്ന എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും ചെയ്തെങ്കിൽ മാത്രമേ അടുത്തടുത്ത പ്രസ്ഥാനങ്ങൾ തുടങ്ങുവാൻ ശ്രീ അഭിലാഷിന് ഒരു ചേതനയും പ്രചോദനവും ഉണ്ടാവുകയുള്ളൂ. അഭിലാഷ് തുടങ്ങി വെച്ച ഈ സംരംഭം ഈ നാടിന്റെ വികസനത്തിന് പങ്കാളിയാകട്ടെ എന്നും ഇതിന് എല്ലാവിധ വിജയാശംസകളും ചേരുന്നതോടൊപ്പം തന്നെ പുതിയ പുതിയ സംരംഭം തുടങ്ങുന്നതിന് ശ്രീ അഭിലാഷിനെ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ, പ്രാപ്തനാകട്ടെ എന്ന് ഈ അവസരത്തിൽ ഞാൻ ആശംസിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. ജയിക്കുന്നു. താങ്ക് യു സോ മച്ച് സതീഷ് സർ. അപ്പൊ എനിക്ക് തോന്നുന്നു പല വേദികളിലും സാറിനെ കണ്ടുമുട്ടാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ ഇത്രയൊരു പ്ലസന്റ് സ്പേസും പ്ലസന്റ് ആശംസയും പോലെ തന്നെ ആവട്ടെ ഈ ഒരു ആർക്കേഡിന്റെ വളർച്ച എന്ന് ആശംസിച്ചുകൊണ്ട് ഏറെ സ്നേഹത്തോടെ അടുത്തൊരു ആശംസയ്ക്കായി നമുക്ക് കാതോർക്കാം. ഏറെ സ്നേഹത്തോടെ ഈ ഒരു വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു CPIM ജില്ലാ കമ്മിറ്റി അംഗം ശ്രീ ജോയി ജോർജ്. പ്രിയപ്പെട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് മാത്യു, പ്രിയപ്പെട്ട അച്ഛൻ CB അച്ഛൻ, വേദിയിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയമുള്ള അഭിലാഷ്, മറ്റ് സ്നേഹിതരെ, ഞാൻ ഈ ബിൽഡിങ്ങിലേക്ക് നോക്കി. അതിനുശേഷം അഭിലാഷിൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. അഭിലാഷിൻ്റെ മുഖത്തെ ആ പാൽപുഞ്ചിരിയുള്ള മനോഹരമായ പുഞ്ചിരി, ആ മനോഹരമായ പുഞ്ചിരി പോലെ തന്നെ ഈ സ്ഥാപനവും വളരെ ഐശ്വര്യമുള്ളതാണ്. ഒരു സംശയവും വേണ്ട. മുതൽ മുടക്കി നിക്ഷേപം നടത്തിയ അഭിലാഷ് കൂടുതൽ ഉയരങ്ങളിലേക്ക് വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ അഭിലാഷിനും കുടുംബാംഗങ്ങൾക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ആദ്യമായി തുടങ്ങുന്ന ഒരു സംരംഭമാണ് പൂഞ്ഞാർ തെക്കേക്കരയിൽ. ഇതുപോലുള്ള വിവിധ സംരംഭങ്ങൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അഭിലാഷിന്റെ മാത്രമല്ല, നമ്മുടെ നാടിൻ്റെതാണ്. ഈ സ്ഥാപനത്തിന്റെ വിജയത്തിന് വേണ്ടി നമുക്ക് എല്ലാവർക്കും ഒത്തൊരുമിച്ച് അഭിലാഷിനും കുടുംബാംഗങ്ങൾക്കും പിന്തുണ നൽകാം. പുതിയ സംരംഭകരെ ഈ രംഗത്തേക്ക് വരുന്നതിന് വേണ്ടി നമ്മുടെ സഹകരണം ആവശ്യമാണ്. ഈ വെല്ലുവിളി ഏറ്റെടുത്ത അഭിലാഷിനും കുടുംബാംഗങ്ങൾക്കും വിജയങ്ങൾ ആശംസിച്ചുകൊണ്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക് നിങ്ങൾ സഞ്ചരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ശ്രമിച്ചതിന് നന്ദി. താങ്ക് യു. അടുത്തതായി ഒരു ആശംസയ്ക്ക് വേണ്ടി ഈ വേദിയിലോട്ട് സ്വാഗതം ചെയ്യുന്നു കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ശ്രീ ജോഷി മൂടിയാങ്കൽ. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് അത്യാരി, CBHN ഉൾപ്പെടെ വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, നല്ലവരായ നാട്ടുകാരെ, സ്നേഹിത സുഹൃത്തുക്കളെ, ഇവിടെ ഏവരും സൂചിപ്പിച്ചതുപോലെ എൻ്റെ പ്രിയ സുഹൃത്ത് ശ്രീ അഭിലാഷ് കണ്ണമുണ്ട, അദ്ദേഹം പുതുപുത്തൻ ആശയങ്ങളോടുകൂടി ബിസിനസ് രംഗത്ത് ചുവടുറപ്പിച്ചിരിക്കുന്ന ഒരു നല്ല യുവ സംരംഭകനാണ്. നമുക്കറിയാം, ഈരാറ്റുപേട്ടയിൽ തന്നെ കണ്ണമുണ്ടയിൽ റെസിഡൻസി ആർക്കേഡ് എന്ന നാമധേയത്തിൽ വളരെ വർഷങ്ങളായി ബേക്കറിയും ഫൈനാൻസും ബാങ്കുമൊക്കെയായി വളരെ നല്ല രീതിയിൽ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങൾ നടത്തി മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ പൂഞ്ഞാറിലും കണ്ണമുണ്ടയിൽ റെസിഡൻസി ആർക്കേഡ് എന്ന നാമധേയത്തിൽ ഇവിടെയും രൂപീകൃതമായിരിക്കുകയാണ്. ഇതിൻ്റെ എല്ലാം പിന്നിൽ അദ്ദേഹത്തിന് ഊറ്റമായ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന അരുവിത്തുറ സെന്റ് ജോർജസ് കോളേജ് കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ് മേധാവി കൂടിയായ അദ്ദേഹത്തിന്റെ പ്രിയ പത്നി ഗ്യാബിൾ അഭിലാഷ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ സഹോദരന്റെ ഭാര്യ പെങ്ങൾ ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ, മാതാപിതാക്കൾ ഉൾപ്പെടെ എല്ലാവരോടുമുള്ള അകൈതവുമായ ഇവിടെ എന്നെ ഈ വേദിയിൽ സംസാരിക്കുവാനുള്ള സാഹചര്യം സംജാതമാക്കി തന്ന അഭിലാഷിനോട് ഉൾപ്പെടെയുള്ള അകൈതവുമായ നന്ദിയും സ്നേഹവും കടമയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് കാരുണ്യവാനായ ദൈവം തമ്പുരാന്റെ എല്ലാവരുമായ കൃപാകടാക്ഷങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തട്ടെ. നന്ദി. വെരി ബിഗ് താങ്ക് യു. നമ്മുടെ എബി ചേട്ടനെ ഈ ഒരു വേദിയിൽ ആശംസയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യാണ്. എബി പൂണ്ടിക്കുളം. എബി ചേട്ടൻ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ വി റിക്വസ്റ്റ് യു ടു ബി ഓൺ ദ സ്റ്റേജ്.
ഈ ഒരു ഔദ്യോഗിക കർമ്മത്തിന് ആശംസ അറിയിക്കുന്നതിനായി ഏറെ പ്രിയപ്പെട്ട എ പി ചേട്ടനെ സ്വാഗതം ചെയ്യുന്നു. സദസ്സിലിരിക്കുന്ന സ്നേഹിതരെ, സുഹൃത്തുക്കളെ, വളരെ കാലമായി ഉള്ള പരിചയത്തിന്റെ ഒരു സ്നേഹബന്ധമാണ് എനിക്കിവിടെ വരാനുണ്ടായ സാഹചര്യം. ഈ ഇങ്ങനെയൊരു ബിൽഡിംഗ് പണിയാനും ഈരാറ്റുപേട്ടയിലും പൂഞ്ഞാറ്റിലും ഇനിയും വളരെ സ്ഥലങ്ങളിൽ ഇങ്ങനെ കെട്ടിടങ്ങൾ പണിത് നല്ല നല്ല സംരംഭങ്ങൾ ആരംഭിക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച് എബി ചേട്ടാ. ഒരു ആശംസ പോലെ തന്നെ വന്ന് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തതായി വേദിയിലോട്ട് ഒരു ആശംസയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു അഡ്വക്കേറ്റ് അക്ഷയ് ഹരി, മെമ്പർ ബ്ലോക്ക് പഞ്ചായത്ത്. വേദിയിലും സദസ്സിലിരിക്കുന്ന എല്ലാ വ്യക്തികൾക്കും എൻ്റെ നമസ്കാരം. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ പൂഞ്ഞാറിന് ആദ്യമായിട്ട് ആണ് ഒരു റെസിഡൻസി ഓപ്പൺ ആവുന്നത്, ഉദ്ഘാടനം ചെയ്യുന്നത്. ഒരു പട്ടണത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ടൗണിൻ്റെ ഒരു അളവ് പോലെ എന്ന് പറയുന്നത് നല്ല താമസിക്കുവാൻ സൗകര്യമുള്ള സ്ഥലങ്ങൾ കൂടിയാണ് അതിൻ്റെ ഒരു അളവ് പോലെ. അപ്പോൾ ആ ഒരു അളവ് പോലെ ഒരു നല്ലൊരു പട്ടണം പൂഞ്ഞാറായി മാറുന്നതിൻ്റെ ഒരു ഈ റെസിഡൻസി എന്ന് പറയുന്ന ഒരു സംവിധാനവും കൂടെ ഇവിടെ ആദ്യമായി കൊണ്ടുവന്ന പ്രിയങ്കരനായിട്ടുള്ള അഭിലാഷേട്ടനോട് ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവരോടും അഭിനന്ദിക്കുന്നു. ഒത്തിരി ദീർഘിപ്പിക്കുന്നില്ല. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. താങ്ക് യു സോ മച്ച്. അപ്പം നമ്മൾ കാത്തിരുന്ന ആ ഒരു സർപ്രൈസിങ് മൊമെന്റ്, ലെറ്റ്സ് വാച്ച് ആൻഡ് വെയിറ്റ് എന്ന് പറഞ്ഞത് കുറെ നേരം അല്ലെ, ഒരു സമ്മാന കൂപ്പന്റെ കാര്യം നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു മൊമെന്റ് വന്നെത്തിയിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും ആകാംക്ഷയോട് ശ്രദ്ധിച്ചിരിക്കുക. കൂപ്പൺ എടുത്ത് എല്ലാവരും ഈ ഒരു വേദിയുടെ അടുത്തെവിടെയും ആയിരിക്കും ശ്രദ്ധിക്കുക. ബിക്കോസ് ഹൂ നോസ് ഹൂ ഇസ് ഗോണ ബി ദ ലക്കി വിന്നർ. നമുക്ക് 2 അമേസിംഗ് സർപ്രൈസിംഗ് പ്രൈസസ് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നടത്തുന്നതിന് വേണ്ടി ഏറെ സ്നേഹത്തോടെ പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു അത്യാലി ചേട്ടൻ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പൊ നമുക്ക് എല്ലാവർക്കും ലെറ്റ്സ് വെയിറ്റ് ആൻഡ് വാച്ച് ഹൂ ഇസ് ഗോണ ബി ദ വെരി ലക്കി വിന്നർ. ഈ ഒരു സർപ്രൈസിംഗ് ഗിഫ്റ്റ്, ഈ ഒരു വലിയ ഗിഫ്റ്റ് കൈമാറുന്നത് നമ്മുടെ ഏറെ പ്രിയപ്പെട്ട CBH ആണ്. ലെറ്റ്സ് വെയിറ്റ് ഫോർ ദിസ് മൊമെന്റ്. അല്പ നിമിഷങ്ങൾക്കുള്ളിൽ we can know who is gonna be the winner. The very curious moment. 2 നല്ല അടിപൊളി ഗിഫ്റ്റ് ആണ് നമുക്ക് വേണ്ടി കണ്ണമുണ്ടിൽ ഫാമിലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം എല്ലാവരും let's wait and watch who's gonna be the winner. The moment is here guys. അപ്പോൾ ഈ ഒരു പ്രൈസ് അനൗൺസ് ചെയ്യുന്നു നമ്മുടെ പ്രിയപ്പെട്ട ആദ്യമായിട്ട് വിളിച്ചിരിക്കുന്നത്. ഫോൺ നമ്പർ 95 44 88 83 83. എവിടെയെങ്കിലും ഉണ്ടോ? സന്ധ്യ, നമ്മുടെ ഫസ്റ്റ് വിന്നർ സന്ധ്യയാണ്. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ടു കം. ഉണ്ടോ? ആളുണ്ടോ അവിടെ? The very lucky winner. രണ്ടാമത്തെ ആള് തൊണ്ണൂറ്റിയേഴ് 44 23 30 75.
നമുക്ക് സമ്മാനം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമില്ല. അവരെ സമ്മാനം അവരെത്തുന്ന മുറയ്ക്ക് അവർക്ക് സമ്മാനം നൽകുന്നതായിരിക്കും. വെരി ബിഗ് താങ്ക് യു. അപ്പം നമ്മുടെ വിന്നേഴ്സ് ഇപ്പൊ നമ്മോടൊപ്പം ഇല്ല, പക്ഷെ ഈ ഒരു 2 സർപ്രൈസും ഗിഫ്റ്റ് നമ്മൾ അവരിലോട്ട് എത്തിക്കുന്നതായിരിക്കും. സോ ഫോർ ദ ടൈം ബീയിങ് ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും നന്ദി. ഒരു ഒഫീഷ്യൽ വോട്ട് ഓഫ് താങ്ക്സിന് വേണ്ടി ഈ വേദിയിലോട്ട് ക്ഷണിക്കുന്നു ഐറ മേരി അഭിലാഷ്. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങളെ, 600-ലേറെ വർഷത്തെ ചരിത്ര പാരമ്പര്യമുള്ള പൂഞ്ഞാറിന്റെ മണ്ണിൽ കണ്ണമുണ്ടിൽ ആർക്കേഡ് എന്ന ബിൽഡിംഗും അത്യാധുനിക സൗകര്യങ്ങളുമായി കണ്ണമുണ്ടിൽ റെസിഡൻസിയും ഇന്ന് നാടിന് സമർപ്പിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ ഏറെ കൃതാർത്ഥരാണ്. ഇതിന് നമ്മെ പ്രാപ്തരാക്കിയ സർവേശ്വരന് ആദ്യം തന്നെ നന്ദി അർപ്പിക്കുന്നു. പൂഞ്ഞാറിന്റെ ജനപ്രിയ നേതാവ് ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതത്തിലെ തിരക്കുകൾക്കിടയിലും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ഇന്നത്തെ ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തതിന് കണ്ണമുണ്ടൽ കുടുംബത്തിന്റെ പേരിലും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിലും നന്ദി അർപ്പിക്കുന്നു. ഏതൊരാഘോഷവും പൂർണ്ണതയിൽ എത്തണമെങ്കിൽ അവിടെ ദൈവിക സാന്നിധ്യം നിറയണം. ഇന്ന് ഈ വെഞ്ചരിപ്പ് കർമ്മം നിർവഹിച്ച ബഹുമാന്യരായ സെന്റ് മേരീസ് ഫൊറാന ചർച്ച് വികാരി തോമസ് പനക്കൽ കുഴിയിൽ അച്ഛനും ലിറ്റിൽ ഫ്ലവർ മോണസ്ട്രി പൂഞ്ഞാർ പ്രിയോർ സിബി അച്ഛനും സ്നേഹത്തോടെ നന്ദി അർപ്പിക്കുന്നു. സമ്മാന കൂപ്പൺ നറുക്കെടുപ്പ് നിർവഹിച്ച പൂഞ്ഞാർ തെക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് മാത്യു ആറ്റ്യാലിനും സമ്മാനദാനം നിർവഹിക്കാൻ എത്തിയ പൂഞ്ഞാർ ഡിവിഷൻ ജില്ലാ പഞ്ചായത്ത് മെമ്പറായ അഡ്വക്കേറ്റ് ഷോൺ ജോർജിനും നന്ദി പറയാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. തന്റെ മഹനീയ സാന്നിധ്യം കൊണ്ട് ഈ സദസ്സിനെ ധന്യമാക്കിയ മുണ്ടക്കയം ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി PR അനുപമയ്ക്കും ഹൃദ്യമായ നന്ദി രേഖപ്പെടുത്തുന്നു. ഇന്നത്തെ ഈ ചടങ്ങിൽ തങ്ങളുടെ സാന്നിധ്യം കൊണ്ടും നല്ല വാക്കുകൾ കൊണ്ടും ഈ ചടങ്ങിനെ ധന്യരാക്കിയ പ്രിയ ബഹുമാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ, സമുദായ നേതാക്കൾ തുടങ്ങിയ എല്ലാ മഹത് വ്യക്തികൾക്കും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. എല്ലാത്തിനും കൂടെ നിന്ന് ഞങ്ങൾക്ക് താങ്ങും തണലുമായി ഞങ്ങളുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി. എല്ലാത്തിനും ഉപരിയായി ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേരുകയും ഈ പരിപാടിയെ മനോഹരമാക്കുകയും ചെയ്ത നല്ലവരായ സുഹൃത്തുക്കൾക്കും നാട്ടുകാർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പേരൻസിനെ പോലെ നല്ലൊരു മിടുക്കി കുഞ്ഞാവട്ടെ. ഈ ഒരു ഒഫീഷ്യൽ സെറിമണി നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഫോർ ദ ടൈം ബീയിങ് ഈ ഒരു റെസിഡൻസിയും ഈ ഒരു